land reforms in Kerala. Bhuvarishkaranam Kerala. The land reforms in Kerala is one of the most radical and egalitarian measures resorted by the government of Kerala in the agricultural front. In Kerala, several attempts were made since 1956 to bring about comprehensive land reforms. The first land reforms legislation was passed in 1957, named the Kerala Agrarian Relations Bill by the EMS Namboodiripadu government. But it was not given assent by the President of India. The second land reform legislation, the Kerala Land Reforms Act 1963, came into force on 1st April 1964. The Kerala Land Reforms Act 1963 failed to give maximum benefit to the actual cultivators of land. Hence, the Kerala government has introduced another revolutionary bill, which is termed as the Kerala Land Reforms Amendment Act 1969, which came into force from 1st January 1970. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് സാമൂഹ്യ സമത്വം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ധീരമായിട്ടുള്ള ഒരു നടപടിയാണ്. കേരളത്തെ സംബന്ധിച്ച് ഭൂപരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവരാൻ പല പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് കേരള അഗ്രേറിയൻ റിലേഷൻസ് ബില്ലാണ് 1957 പാസ്സാക്കിയത്, EMS നമ്പൂതിരിപ്പാട് ഭരിക്കുന്ന സമയത്ത്. പക്ഷെ ആ ഒരു ബില്ലിന് പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചില്ല, അത് നിയമമാക്കാൻ സാധിച്ചില്ല. രണ്ടാമത്തത് എന്ന് പറയുന്നത് കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 ആയിരുന്നു. അത് 1964 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വന്നു. പക്ഷെ ഈ ഒരു ആക്ട് സംബന്ധിച്ച് യഥാർത്ഥ കർഷകന് അതിന്റെ ഗുണങ്ങൾ ലഭ്യമാക്കുന്നതിൽ ആ ബില്ല് പരാജയപ്പെടുകയുണ്ടായി, ആ നിയമം പരാജയപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെന്റ് വീണ്ടും മറ്റൊരു പരിശ്രമം നടത്തി. കേരള ലാൻഡ് റിഫോംസ് അമെൻഡ്മെന്റ് ആക്ട് 1969 നടപ്പിലാക്കി. 1970 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമമാണത്. ആ നിയമമാണ് ഇന്ന് നമുക്ക് നിലനിൽക്കുന്നത്. Let us find out what are the important objectives of land reforms in Kerala. കേരളത്തിലെ ഭൂപരിഷ്കരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. First one, abolition of intermediaries between the state and the tiller. സ്റ്റേറ്റും യഥാർത്ഥ കർഷകനുമിടയിലുള്ള എല്ലാ മധ്യവർത്തികളെയും ഒഴിവാക്കുക. Conferment of security of tenure on cultivating tenants. ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക. റെഗുലേഷൻ ഓഫ് റെന്റ് പരിഷ്കരിക്കുക. കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിംഗ്, ഭൂമി ഏകീകരിക്കുക. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് ഫാമിംഗ്, കാർഷിക മേഖലയില് കോഓപ്പറേറ്റീവ് ഫാമിംഗ് നടപ്പിലാക്കുക. ഈ ലക്ഷ്യങ്ങളാണ് കേരള ലാൻഡ് റിഫോംസിന് ഉള്ളത് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് കേരള ലാൻഡ് റിഫോംസ് അമെൻഡ്മെന്റ് ആക്ട് 1969. 1969 കേരള ലാൻഡ് റിഫോംസ് അമെൻഡ്മെന്റ് ആക്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. The important features of the act are: first one, abolition of intermediaries; second one, tenancy reforms; third one, land sealing. First one, abolition of intermediaries. The Land Reforms Act has abolished once for all landlordism in this state. With abolition of intermediaries, lakhs of Kudiyans and Kudigadapagars become the land owners and exploitation by the landlords was put to an end.
മധ്യവർത്തികളെ ഒഴിവാക്കുക. ഇപ്പൊ ലാൻഡ് റിഫോംസ് ആക്ട് നടപ്പിലാക്കിയതിലൂടെ കേരളത്തിൽ പൂർണ്ണമായും നമ്മുടെ ഭൂ ഉടമ സമ്പ്രദായം അല്ലെങ്കിൽ ലാൻഡ് ലോഡീസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചെന്ന് പറയാം. ജന്മിമാരെന്നൊക്കെ പറയുന്ന സംവിധാനം ഉണ്ടല്ലോ. അപ്പോ ഈ പറയുന്ന മധ്യവർത്തികളെ ഒഴിവാക്കിയതോടുകൂടി ഒരുപാട് ലക്ഷക്കണക്കിന് കുടിയാന്മാർക്കും കുടികിടപ്പുകാർക്കും അവര് ഭൂ ഉടമകളായി മാറി എന്നും മാത്രമല്ല ഈ പറയുന്ന ലാൻഡ് ലോഡ്സ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാനും സാധിച്ചു. മറ്റുള്ളവരുടെ ഭൂമിയിൽ തൊഴിൽ ചെയ്ത് കിടക്കുന്നവരും കുടികിടപ്പായിട്ട് കിടക്കുന്നവർക്ക് ഒരു അവകാശമില്ലാത്ത ആളുകളെയാണ് നമ്മൾ കുടിയന്മാരും കുടികിടക്കുക എന്ന് പറയുന്നത്. അവർക്കൊക്കെ എന്തായി മാറി? അവർക്കൊക്കെ ഭൂമിയുടെ ഉടമസ്ഥകളായി മാറി, ഉടമകളായി മാറി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. കാരണം ഇന്റർമീഡിയറ്റ്സ് ഒക്കെ പോയി, ഭൂവുടമകളൊക്കെ അപ്രത്യക്ഷമായി, അല്ലെങ്കിൽ ജന്മിമാരൊക്കെ അപ്രത്യക്ഷമായി. അപ്പോൾ ഇവരൊക്കെ എന്തായി മാറി? സ്വാഭാവികമായി ഭൂമിയുടെ ഉടമസ്ഥരായി മാറി എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ടെനൻസി റിഫോംസ്, കുടിയായ്മ പരിഷ്കാരം എന്ന് പറയും. The provisions relating to tenancy reforms and the purchase of കുടികിടപ്പ് rights have been almost implemented in full. The land tribunals received more than 86 lakh of application from tenants and hutmen dwellers. Since the commencement of land reforms, about 16 lakh out of 25 lakh Kaivasavagasa Kudiyanmar had secured Janmavagasa. An important provision of the act was the right given to the hutmen dwellers, that is Kudigadappugas, to purchase at a nominal price some land, 10 cents in rural or panchayat area, 5 cents in municipality area, and 3 cents in city area. അപ്പോൾ നമ്മള് കുടിയായ്മ പരിഷ്കാരം എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കുടികിടപ്പുകാരെ സംബന്ധിച്ച് അവർക്ക് ഒരു നിശ്ചിത ഭൂമി വാങ്ങാനുള്ള ഒരു അവകാശം ഇത് നൽകി എന്നുള്ളതാണ്. അന്നത്തെ ലാൻഡ് ട്രിബ്യൂണൽ സംബന്ധിച്ച് ഏകദേശം 86 ലക്ഷത്തോളം അപേക്ഷകളാണ് ലഭിച്ചത്. ഈ കുടിയാന്മാരുടെയും അതുപോലെ കുടികിടപ്പുകാരുടെയും ഒക്കെ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഈ ലാൻഡ് റിഫോംസ് നടപ്പിലാക്കിയതോടെ ഏകദേശം 16 ലക്ഷത്തോളം, 25 ലക്ഷം അപേക്ഷകൾ ഉണ്ടായിരുന്ന കൈവശ കുടിയാന്മാരെ സംബന്ധിച്ച് 16 ലക്ഷത്തോളം ആളുകൾക്ക് ജന്മാവകാശം ലഭിച്ചു എന്നതാണ് വളരെ വലിയ ഒരു സംഭവമാണ്. മാത്രമല്ല ഈ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷത, ഈ ഹഡ്മൻ ഡ്വല്ലേഴ്സ് കുടികിടപ്പുകാരെ സംബന്ധിച്ച് ഒരു നിശ്ചിത നാമമാത്ര വിലയ്ക്ക് അവർ താമസിക്കുന്ന ഭൂമി വിലയ്ക്ക് വാങ്ങാനുള്ള സ്വന്തമാക്കാനുള്ള അവകാശം കൂടി നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോ ഗ്രാമീണ മേഖലയിൽ 10 സെന്റ്, പഞ്ചായത്ത് ഏരിയ 10 സെന്റ്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 5 സെന്റ്, അതുപോലെ സിറ്റി ഏരിയ ആണെങ്കിൽ 3 സെന്റ്. ഈ ഭൂമി അവർക്ക് വാങ്ങാനുള്ള അവകാശം കൊടുത്തു. നിശ്ചിത ഒരു ശതമാനം പൈസ കൊടുത്തുകൊണ്ട് വാങ്ങാനുള്ള അവകാശം കൂടി നിയമപരമായി അവർക്ക് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുടികിടപ്പുകാർ ആ അവകാശം വിനിയോഗിക്കുകയും ഭൂമി സ്വന്തമാക്കുകയും ചെയ്തു. നെക്സ്റ്റ് വൺ, ലാൻഡ് സീലിംഗ്. The land ceiling prescribed in the Kerala Land Reforms Act 1969 is 5 standard acres of an adult unmarried person. A family consisting of 2 or more adult members, but not more than 5, with 1 additional standard acre for each additional members in excess of 5. In case of companies and associations, the ceiling is 10 standard acres. The maximum a family can own is fixed at 20 ordinary acres. The excess land would be taken over by the government for distribution among landless laborers and other weaker sections of the community. ലാൻഡ് സീലിംഗ് എന്താണ്? ഒരു പരിധി, പരമാവധി കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ചു നിന്നാണ്. അത് പൊതുവെ ഈ ആക്ട് പറയുന്ന 5 സ്റ്റാൻഡേർഡ് ഏക്കർ എന്നാ പറയുക. ഒരു പ്രായപൂർത്തിയായ വിവാഹം കഴിക്കുക അതൊരു വ്യക്തിയെ സംബന്ധിച്ച് 5 സ്റ്റാൻഡേർഡ് ഏക്കർ കൈവശം. ഇനി ഒരു ഫാമിലിയെ സംബന്ധിച്ച് പറയുമ്പോൾ 2 മുതൽ ഒരു 5 താഴെയുള്ള മെമ്പേഴ്സ് ഉള്ളവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ അഡീഷണൽ മെമ്പേഴ്സിനും 5
സ്റ്റാൻഡേർഡ് ഏക്കർ കൂടാതെ ഒരു സ്റ്റാൻഡേർഡ് ഏക്കറിനോട് കൈവശം വെക്കാനുള്ള അവകാശം. ഇനി കമ്പനികളും മറ്റു അസോസിയേഷൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ സീലിംഗ് എന്ന് പറയുന്ന പരിധി 10 സ്റ്റാൻഡേർഡ് ഏക്കറാണ്. ഒരു ഫാമിലിയെ സംബന്ധിച്ച് മാക്സിമം അവർ കൈവശം വെക്കാൻ പറ്റുന്നത് 20 ഓർഡിനറി ഏക്കേഴ്സ്, സാധാരണ ഏക്കർ എന്ന് പറയും. അപ്പൊ ബാക്കിയുള്ള ലാൻഡ് എന്ത് ചെയ്യും? ഗവൺമെന്റ് എടുക്കുകയും അത് ഭൂമിയില്ലാത്ത നാമമാത്ര തൊഴിലാളികൾക്കൊക്കെ ഗവൺമെന്റ് വിതരണം ചെയ്യുകയും. ഇത്രയൊക്കെയാണ് നമ്മുടെ കേരള ലാൻഡ് റിഫോംസ് അമെൻഡ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സവിശേഷത എന്ന് പറയുക. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് അച്ചീവ്മെന്റ്സ് ഓഫ് ലാൻഡ് റിഫോംസ് ആണ്. ഈ ലാൻഡ് റിഫോംസ് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആബ്സെന്റി ലാൻഡ് ലോഡിസം വാസ് അബോളിഷ്ഡ്. ഈ ആബ്സെന്റി ലാൻഡ് ലോഡിസം എന്ന് പറയുന്നത് മനസ്സിലാക്കുക, യഥാർത്ഥ ലാൻഡ് ലോഡിസം നമ്മൾ ഒഴിവാക്കപ്പെട്ടു എങ്കിൽ പോലും ഇപ്പോഴും പലപ്പോഴും എന്താണ് ഭൂമി എന്ന് പറയുന്നത് കുറെ ആളുകളുടെ കൈവശം, കുറച്ച് ഭൂമി, ഒരുപാട് ഭൂമി കൈവശം വെക്കും. വന്നിട്ട് എന്ത് ചെയ്യും? അവരത് മറ്റുള്ളവർക്ക് കൃഷിക്കായി കൊടുക്കുകയാണ്. അതാണ് ആബ്സെന്റി ലാൻഡ് ലോഡിസം എന്ന് പറയുക. അപ്പൊ അത് നിലവിൽ തന്നെ ഒഴിവാക്കപ്പെട്ടതാണ്. മറ്റൊന്ന്, സർപ്ലസ് ലാൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ പീപ്പിൾ. അധികമായി വന്ന ഈ പറയുന്ന സീലിംഗിന് ശേഷം അധികമായി വന്ന ഭൂമി ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യാൻ പറ്റി. അവിടെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ പറ്റി. All tenants and hutmen dwellers have been made owners of the land. എല്ലാ കുടിയാന്മാരും കുടികിടപ്പുകാരും ഒക്കെ എന്തായി മാറി? ഭൂമിയുടെ ഉടമകളായി മാറി. കാരണം അധികമായി വന്ന ഭൂമി ഇങ്ങനെയുള്ള ആളുകൾക്ക് ഗവൺമെന്റ് വിതരണം ചെയ്തു. ഹെൽപ്ഡ് ടു അച്ചീവ് സോഷ്യൽ ജസ്റ്റിസ്. ഇതിലൂടെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ സാധിച്ചു. കാരണം ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനായിട്ട് സാധിച്ചു. റെഡ്യൂസ്ഡ് ദ ഇൻഇക്വാലിറ്റി എമംഗ് ദി പീപ്പിൾ. ആളുകളിലുള്ള അസമത്വം നമുക്ക് കുറയ്ക്കാൻ പറ്റി. കാരണം എല്ലാവരും ഭൂവുടമകളായി മാറിയപ്പോൾ അസമത്വം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. റെഡ്യൂസ് ദ നമ്പർ ഓഫ് ലാൻഡ്ലെസ് പീപ്പിൾ. ഭൂമി ഇല്ലാത്തവരുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ സാധിച്ചു, ഭൂവുടമകളാക്കി മാറ്റിയതുകൊണ്ടാണ്. മറ്റൊന്ന്, ഇംപ്രൂവ് ദ സ്റ്റാറ്റസ് ഓഫ് ടെനൻസ്. കുടിയാന്മാരുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ, കൃഷിക്കാരുടെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ലാൻഡ് റിഫോംസിന് പ്രധാനപ്പെട്ട സവിശേഷതകൾ. നമുക്ക് അതിന്റെ ക്രിറ്റിസിസം നോക്കാം. Changes in relations of production have not ushered in an era of increased production and productivity. നമ്മുടെ ഈ ഭൂമിയുടെ ഉടമസ്ഥയിലുള്ള മാറ്റങ്ങൾ, ആ ബന്ധങ്ങളിലെ മാറ്റങ്ങൾ ഉൽപാദനക്ഷമത കാര്യമായിട്ട് വർദ്ധിപ്പിച്ചില്ല. ഉൽപാദനവും കാര്യമായിട്ട് വർദ്ധിക്കാൻ കാരണം. In the tribal areas, when the land reforms were passed, immigrant settlers who were financially better off got land from poor tribal who became poor landless laborers. ഇനി ഗോത്രവർഗ മേഖലയിലൊക്കെ ആണെങ്കിൽ ഇവിടെ ലാൻഡ് റിഫോംസ് നടപ്പിലാക്കിയപ്പോൾ പല കുടിയേറ്റക്കാരും അവിടെ വളർന്നു വരികയും ഒരു സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരാണ്. അവരെന്ത് ചെയ്തു? ഈ പാവം ഗോത്രവർഗക്കാരുടെ ഭൂമി അവർ കൈവശപ്പെടുത്തുകയും അവർ വീണ്ടും എന്തായി മാറി? ഭൂമിയില്ലാത്ത ആളുകളായി മാറുകയും ചെയ്തു. ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഏക്കർ വാസ് കൺഫ്യൂസിങ്. മറ്റു പ്രധാനപ്പെട്ട സംശയം, ഈ 5 സ്റ്റാൻഡേർഡ് ഏക്കർ എന്ന് പറയുന്നത് എന്താണെന്നുള്ള വ്യക്തതയില്ല. അത് കൺഫ്യൂസിങ് ആണ്. ഏക്കർ സദാ ഏക്കർ പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഏക്കറും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിയമത്തിൽ വളരെ വ്യക്തമാക്കി കൊടുക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് സ്റ്റാൻഡേർഡ് ഏക്കർ എന്ന് പറയുന്നത്. സ്റ്റിൽ ദ സ്ലോഗൻ ലാൻഡ് ടു ദ ട്രെയിലർ ഈസ് നോട്ട് അച്ചീവ്ഡ്. Though feudal landlordism stands abolished in Kerala, one cannot say that land has passed into a class of self-cultivating peasantry. One finds in Kerala a large number of absentee farmers, the teacher, the shopkeeper, the lawyer, the government servant, and even most politicians have their farming vocations. മറ്റൊന്ന് നമ്മൾ പറഞ്ഞതാണ്, ആ ഭൂമി എന്ന് പറയുന്നത് കർഷകൻ എന്ന് പറയുന്ന ആ സ്ലോഗനം നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു, നേടിയെടുക്കാൻ സാധിച്ചില്ല. നമ്മൾ ഫ്യൂഡൽ ലാൻഡ് ലോഡിസം നമുക്ക് ഒഴിവാക്കിയെങ്കിൽ പോലും പൂർണ്ണമായും എന്താണ് ഈ പറയുന്ന കാർഷിക വൃത്തികൾ യഥാർത്ഥ കർഷകരിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നമുക്ക് കാണാൻ കഴിയും എന്താണ്? ആബ്സെന്റി ഫാർമേഴ്സിനെ കാണാൻ, അല്ലെങ്കിൽ ആബ്സെന്റി ലാൻഡ് ലോഡ്സ് ഇന്നും കാണാൻ പറ്റും. കാരണം ഒരുപാട് ടീച്ചേഴ്സും ഷോപ്പ് ഓണേഴ്സും ലോയേഴ്സും ഗവൺമെന്റ് സർവൻസും ഒക്കെ രാഷ്ട്രീയക്കാരൊക്കെ ഇഷ്ടംപോലെ ഭൂമി കൈവശം വെച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്കാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അപ്പൊ സ്വന്തമായ ഭൂമിയിൽ സ്വന്തം കൃഷി ചെയ്യുക എന്നുള്ള കാഴ്ചപ്പാടില്ല എന്ന് പറയാൻ കഴിയും. അതാണ് ആബ്സെന്റി ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത്. Even after the implementation of land reforms, we do not find any improvement in achieving social justice.
നമ്മൾ നേരത്തെ പറഞ്ഞു സാമൂഹിക നീതി കൊണ്ടുവന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ ലാൻഡ്ലോഡിസം നടപ്പിലാക്കിയതിനു ശേഷം നമുക്ക് വ്യക്തമായിട്ട് സാമൂഹിക നീതി ഉറപ്പുവരുമെന്ന് പറയാൻ കഴിയും. ഇത് നമ്മുടെ സമൂഹം എന്താണ്, ഒരു വിഭാഗം അടിമത്തത്തിലുമാണ് അല്ലെ, മറ്റൊരു മേധാവിത്വത്തിലൊക്കെയാണ്. Several land owners with large tracts of land above ceiling have successfully circumvented ceiling provisions by creating bogus tenancies. ഇനി മറ്റൊന്ന്, ഈ ലാൻഡ് സീലിംഗ് കൊണ്ടുവന്നെങ്കിൽ പോലും ഒരുപാട് ഭൂ ഉടമകൾ ഒരുപാട് വളരെയധികം ഭൂമി അവിടെ കൈവശം വെച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാ? വ്യാജ കുടിയാന്മാരെ കൊണ്ടുവന്നുകൊണ്ട് വ്യാജ പേരുകളിൽ അവർ ഇന്നും കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിലെ ലാൻഡ് റിഫോംസിനെ പലരും മറികടന്നു എന്നുള്ളതാണ്. ലാൻഡ് റിഫോംസ് ലീഡ് ടു ദ സബ്ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ലാൻഡ് ഹോൾഡിംഗ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഭൂമിയെ തുണ്ടുതുണ്ടായി കീറി മുറിക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ്. അത് കാർഷിക ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുമുണ്ട്. ഇതൊക്കെയാണ് ലാൻഡ് റിഫോംസിന്റെ പ്രധാനപ്പെട്ട പോരായ്മകളായിട്ട് പറയാനുള്ളത്. എങ്കിൽ പോലും അത് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് മാറ്റങ്ങൾ വളരെ വലുതാണ്. അത് അംഗീകരിച്ചേ മതിയാവും. ഓക്കെ, താങ്ക് യു.